Watch full episodes on Jio Hotstar. ഇതെന്താണ് സംഭവിക്കുന്നത്? അവന്റെ വായിൽ എങ്ങനെയാണ് തീ വന്നത്? അവൻ എങ്ങനെയാണ് പറക്കാൻ സാധിക്കുന്നത്? ഗ്രീൻ ഡ്രാഗൺസ് പറക്കാറില്ല, അവർക്ക് തീ തുപ്പാനും കഴിയാറില്ല. സേനാപതി സാറേ, ഓടാം. മുത്തശ്ശൻ പറഞ്ഞായിരുന്നു അവൻ തീ തൂപ്പും, പിന്നെ അവൻ പറക്കൂന്ന്. അവനായിരിക്കും നമ്മുടെ വിനാശ കാരണം. എന്റെ പറവൊന്ന് ചൊറിഞ്ഞു തരുവാ. അല്ല സോറി, എല്ലാം കുഴപ്പമാണല്ലോ. ഇവിടുന്ന് നമുക്ക് രക്ഷപ്പെടാം, പിന്നെ നോക്കാം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. Thank you, Dragon. Thank you very much. പൊളിച്ചടുത്തല്ലോ ഡ്രാഗൺ. ഇപ്പോഴാണ് നീ ശരിക്കുള്ള ഡ്രാഗണായി മാറിയിരിക്കുന്നത്. എന്റെ അമ്മോ, എനിക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മോട്ടു പത്ലു, നിങ്ങൾ എന്റെ കൂടെ വീട്ടിലേക്ക് വരാമോ? എന്നിട്ട് ഡ്രാഗോയിൽ നിന്ന് ഞങ്ങളെയൊക്കെ രക്ഷിക്കാമോ? നല്ല കാര്യമൊക്കെ പിന്നെ എന്തിനാ വൈകിക്കുന്നത്? വരൂ. എനിക്കറിയില്ല മോനെ, അവൻ എപ്പോഴാ ഇനി തിരിച്ചു വരാന്ന്. വരുമോന്ന് പോലും എനിക്കറിയില്ല. മമ്മി, ഡ്രാഗോണി വന്നു മമ്മി. ഡ്രാഗോണി മോനെ, മമ്മി നീ വന്നു മോനെ. ഇവരെല്ലാം ആരാ മോനെ? മമ്മി പേടിക്കണ്ട, ഇവരെന്റെ കൂട്ടുകാർ മോട്ടുവും പത്ലുവുമാ. ഇവർ കാരണ ഞാൻ ഒന്നും പറ്റാതെ ഇവിടേക്ക് തിരിച്ചെത്തിയത്. നീ പറക്കാൻ എങ്ങനെയാ പഠിച്ചേ ഡ്രാഗോണി? എന്നെ പറക്കാൻ എന്റെ കൂട്ടുകാരാ പഠിപ്പിച്ചത്. ഇവർ മനുഷ്യന്മാരാ, നമ്മളെ സഹായിക്കാൻ എവിടേക്ക് വന്നത്. ഞാൻ മനുഷ്യന്മാരെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവർ വളരെ വേഗതയുള്ളവരാണ്. ഇവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളും കാണും. അങ്ങനെ അവർ പറക്കുന്ന ഡ്രാഗണുകളെ ഭൂമിയിൽ നിന്ന് തന്നെ തീർത്തു കളയും. ഞാൻ
പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതിന്റെ അർത്ഥം ഓടിക്കോ. നിക്കൂ, ഒന്നവിടെ നിക്കൂ. അതെ, നിക്കൂ. നിങ്ങളൊക്കെ എങ്ങോട്ടായി പോകുന്നത്? ഒന്ന് നിക്കൂ, ഞാൻ പറയുന്നത് കേക്കൂ. നിക്കൂ. നിങ്ങളെല്ലാവരും എന്തിനാ ഓടിയത്? എന്റെ ഈ സുഹൃത്തുക്കൾ വളരെ നല്ലവരാണ്. ഇവരാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഒരപകടം ഉണ്ടാവില്ല. ഞങ്ങൾ ബ്ലാക്ക് ഡ്രാഗൺസിനെ ഓടിക്കാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ബ്ലാക്ക് ഡ്രാഗൺസിനെ എന്നേക്കുമായി ഇവിടെ നിന്നും ഓടിച്ചിരിക്കും, ഉറപ്പാ. നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഇവർ നമ്മളെ സഹായിക്കാനായി വന്നവരാണ്. ഇവർ ബ്ലാക്ക് ഡ്രാഗൺസിനെ ഇവിടുന്ന് ഓടിക്കുന്നതായിരിക്കും. ഇനിയിപ്പോ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് വേണ്ടി ആകാശത്തുനിന്ന് ചന്ദ്രനെ പിടിച്ചു തരാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? എനിക്കറിയാം. അതിന്റെ അർത്ഥം ഇവർ നുണ പറയുന്നവരാണെന്നാണ്. ഇവരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇപ്പൊ അവസരം കിട്ടിയിരിക്കാ. ഓടിക്കോ. ഒന്ന് നിക്ക്. അതെ, നിങ്ങൾ എവിടേക്കായി പോകുന്നത്? എന്തിനാ പോകുന്നത്? ഞങ്ങളെ വിശ്വസിക്കൂ. നിക്കൂ പ്ലീസ്. റാണി മാഡം, നിങ്ങൾ എന്തിനാ ഞങ്ങളെ പേടിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും ഡ്രാഗോണിയുടെ കൂട്ടുകാരാണ്. ഇപ്പൊ നിങ്ങളുടെയും കൂട്ടുകാരല്ലേ? പിന്നെ എന്തിനാ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഓടിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇതുവരെ ഇവരെയൊക്കെ ഓടാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഓടുന്നത് ഞങ്ങളുടെ ജീവന് വേണ്ടിയാണ്. അപകടം വരുമ്പോൾ എത്ര വേഗത്തിൽ ഓടുന്നോ അവരുടെ ജീവിതം അത്രയും നാൾ കൂടെ ഉണ്ടാകും. ബ്ലാക്ക് ഡ്രാഗൺസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓടുന്നത്. അതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം. ഓടുന്നത് സ്വാതന്ത്ര്യമല്ല, അത് അടിമത്തമാണ്. പ്രശ്നങ്ങൾ കണ്ടാൽ ഓടുന്നത് ഭീരുക്കളായ ആളുകളാണ്. നിങ്ങൾ എല്ലാവരും ചേർന്ന് ബ്ലാക്ക് ഡ്രാഗൺസിനെ ധൈര്യത്തോടെ എതിർത്ത് നിൽക്കണം. നിങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിക്കൂ. ഞങ്ങളെല്ലാവരും നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കാം. നോക്കൂ, നിങ്ങൾ എന്റെ മകന്റെ കൂട്ടുകാരാണ്. അതിനാൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. എന്നാൽ ശരി, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാവരും തയ്യാറാണോ? ഓക്കേ, ആദ്യം എല്ലാവരുടെയും വായിൽ നിന്നും തീ വരുത്തുവാനുള്ള പരിശീലനം തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ തീ തുപ്പണമെങ്കിൽ ഞങ്ങൾ ആ റെയിൻബോ ബെറീസ് കഴിക്കേണ്ടി വരില്ലേ? അത് നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണയാണ്. എപ്പോഴൊക്കെയാണോ ഡ്രാഗൺസിന് ദേഷ്യം വരുന്നത്, അപ്പോഴാണ് അതിന്റെ വായിൽ നിന്ന് തീ വരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ബ്ലാക്ക് ഡ്രാഗൺസിനോട് ഒരു ദേഷ്യമുണ്ട്. അത് പുറത്തേക്ക് കൊണ്ടുവരൂ. അപ്പോഴെന്തായാലും തീ ഉറപ്പായിട്ടും വന്നിരിക്കും. ഓർത്തു നോക്കൂ, ബ്ലാക്ക് ഡ്രാഗൺ നിങ്ങളെ എല്ലാവരെയും കൊല്ലാൻ വരികയാണ്. അത് നിങ്ങളുടെ റാണിയെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അവൻ നിങ്ങളുടെ റാണിയുടെ ചുറ്റും തീ പടർത്തിയിരിക്കുകയാണ്. പിന്നെ ആ തീ പടർന്ന് പന്തലിച്ച് റാണിയുടെ അടുത്തേക്ക് പോവുകയാണ്. നിങ്ങളുടെ റാണിയുടെ ജീവൻ അപകടത്തിലാണ്. ഈ സമയത്ത് നിങ്ങളൊക്കെ എന്ത് ചെയ്യും? എനിക്കറിയാതെ. മമ്മി ഇത്തരം സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. പറയൂ മോനെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നീ എന്താ ചെയ്യുക? ഓടിക്കോ. നിൽക്കൂ. എന്റെ അമ്മോ, ഇവർക്ക് ഓടുന്നതല്ലാതെ വേറൊരു കാര്യം ചെയ്യാൻ അറിയില്ലല്ലോ. ഞങ്ങളെ റാണിയമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അപകടം വന്നാൽ അപ്പോൾ ഓടിക്കോ എന്ന്. ഞങ്ങൾ റാണിയമ്മയുടെ ആജ്ഞയാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. മോട്ടു, ഇവരെ ഇങ്ങനെയൊന്നും ദേഷ്യം പിടിപ്പിക്കുന്നത് നടക്കുന്ന കാര്യമല്ലെന്നാ തോന്നുന്നത്. പത്തിലു, ട്രെയിനിങ്ങിന്റെ സമയത്ത് ആർക്കും അങ്ങനെ ഫുഡ് അടിക്കാൻ പറ്റില്ലെന്നേ. കാരണം മറ്റൊന്നുമല്ല, ആ സമയത്ത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. എന്റെ മോട്ടു, അത് പഴഞ്ചൊല്ലാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവരെ ദേഷ്യം പിടിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നതാണ്. ആദ്യം ഇവരെ പറക്കാൻ പഠിപ്പിക്കണം. ഓക്കേ? ഡ്രാഗോണി, നീ ആദ്യം പറന്ന് കാണിക്കേ, പിന്നെ നിങ്ങളൊക്കെ അത് ശ്രമിക്കേ. ഓക്കേ മോട്ടു.
നിങ്ങൾക്കൊന്നും പറക്കാനും അറിയില്ല, നിങ്ങൾക്ക് തീ തുപ്പാനും അറിയുന്നില്ല. നിങ്ങളൊക്കെ എന്ത് ഡ്രാഗനാണ്? ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രാഗനാണെന്നാ തോന്നുന്നത്. പൊളിക്കടുത്തല്ലോ ചിങ്കം സാറേ, ഒന്ന് പതുക്കെ പോ. എന്റെ അമ്മോ! ചിങ്കത്തിനോടാണോ കളി? എന്റെ അമ്മോ! The name is ചിങ്കം. ഈ ചിങ്കത്തിനെ കൊടുക്കാൻ നോക്കുന്നത് impossible. അറിയാമല്ലോ, impossible. Yeah. എന്റെ രോഗികളാണ് സത്യം. ചിങ്കം സാറേ, നിങ്ങൾ പൊളിച്ചടിക്കിരിക്കുകയാണ്. പിന്നെയും അവന്മാര് രക്ഷപ്പെട്ടോ? കളിതമാശകൾ ഒരുപാടായി. അവന്മാർക്ക് ശരിയായ പ്രഹരം കൊടുക്കാനുള്ള സമയമായി. ശരിയായ യുദ്ധം തുടങ്ങാനുള്ള സമയം. ആരെയും വെറുതെ വിടില്ല, ആരെയും വെറുതെ വിടില്ല. മുട്ടു പത്ലു, പക്ഷെ ഞങ്ങൾ അവരോട് എങ്ങനെ യുദ്ധം ചെയ്യണമെന്നാ? അവരെ കണ്ടാൽ തന്നെ എന്റെ പ്രജകൾ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങും. മഹാറാണി, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയല്ല വേണ്ടത്, സ്വയം രക്ഷിക്കുകയാണ് വേണ്ടത്. സ്വയം സംരക്ഷിക്കേണ്ട അവകാശം എല്ലാ ജീവികൾക്കും ഭൂമിയിലുണ്ട്. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾ ഈ മരത്തിന്റെ വള്ളികൾ കണ്ടോ? ഇത് ഭയങ്കര ശക്തിയുള്ളതാ. ഇതിൽ തീ തുപ്പിയാലത് ഒന്നും സംഭവിക്കില്ല ചങ്കേ. നമുക്ക് ഈ വള്ളികൾ അവരെ പിടിച്ചു കെട്ടാൻ ഉപയോഗിക്കാം എന്റെ ചങ്കുകളെ. യുദ്ധം ചെയ്യുന്നതിനായി ശക്തിയോടൊപ്പം തന്നെ ബുദ്ധിയും അത്യാവശ്യമാണ്. നമ്മൾ ബുദ്ധിയും ശക്തിയും ഒരുമിച്ച് ഉപയോഗിക്കണം. എനിക്ക് വിശ്വാസമുണ്ട്, അവരെയൊക്കെ നമ്മൾ തീർച്ചയായും നിലം പതിപ്പിച്ചിരിക്കും. കർമ്മഫലം അനുഭവിക്കുക തനിയും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം. ക്യൂൻ ബ്യൂട്ടീന, ആ മനുഷ്യന്മാരെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കേ. അല്ലെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളും എല്ലാവരും അവസാനിക്കും. ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് അവരെ പിടിച്ചോണ്ട് പോകൂ. ഇത് കേൾക്കൂ കിങ് ഡ്രാഗോ, ഞാൻ ഒരുപാട് നാളായി ഇവരെ തീർത്തു കളയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴാണ് അതിനുള്ള അവസരം ലഭിച്ചത്. ഇക്കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തു പറ്റി? എന്താ ഓടുന്നത്? നിന്റെ ധൈര്യമെല്ലാം ചോർന്നൊലിച്ചോ? നീ പറക്കാൻ എപ്പോഴാ പഠിച്ചത്? പറക്കാൻ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീ തുപ്പാനും പഠിച്ചു കഴിഞ്ഞു. കൂട്ടുകാരെ, ആക്രമിക്കൂ!
നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഡ്രാഗോണിറ്റ! ഡ്രാഗോ, നീ എന്നെയും എന്റെ പ്രജകളെയും ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ നിർത്തിക്കോ. ഇനി ഒരിക്കലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പോ ഞങ്ങളുടെ കൂടെയുള്ളത് മോട്ടുവും പിന്നെ പത്ലുവുമാണ്. പിന്നെ അവരുടെ കൂട്ടുകാരും. നിങ്ങൾ എന്റെ ഡ്രാഗോണിറ്റയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. തെറ്റാ? അറ്റാക്ക്! ചേട്ടാ, ഇനിയും ഒരുപാട് സൈന്യത്തെ അയക്ക്. സേനാനായക, ഈ യുദ്ധം എന്താ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മഹാരാജാവേ, ഇത് മൊത്തം മനുഷ്യന്മാരുടെ ബുദ്ധിയാണെന്നാ തോന്നുന്നത്. അവര് ഭയങ്കര തന്ത്രശാലികളാണ്. പക്ഷെ അവന്മാരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് തന്നെ, അടിപൊളി. ഡ്രാഗോ ചേട്ടാ, ശ്രമിച്ചു നോക്കൂ. കാരണം ഈ മോട്ടുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. ഇംപോസിബിൾ. എന്റെ അമ്മോ, എന്റെ ഡയലോഗ് എന്താണോ താൻ പറഞ്ഞത്? എന്നാലും കുഴപ്പമില്ല, ഞാനിപ്പോ ആക്ഷൻ പറയാം. ആക്ഷൻ! ഞാൻ വിടൂല. ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. മുതുകിൽ നിന്നും ഒന്ന് എണീറ്റ് മാറ്. ഡ്രാഗോ ചേട്ടാ, എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. നീ തോൽവി സമ്മതിക്കുന്നത് വരെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. അന്ന് മുതൽ അത് തന്നെയാണ് ലോക നിയതിയും. ഡ്രാഗോ, എനിക്ക് കുതിരസവാരിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. തോൽവി സമ്മതിക്ക്. നിന്റെ പ്രജകളുടെ മുന്നിൽ നിന്റെ അഹങ്കാരം കത്തി നശിച്ച് ചാമ്പലാവട്ടെ. എന്നെ വിട്ടേക്ക് പ്ലീസ്. വിടന്നെ. മോട്ടു പത്ലു, അവരെ വെറുതെ വിടരുത്. ഞങ്ങളുടെ പൂർവികരുടെ കാലം മുതലേ അവർ ഞങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനെ തീർത്തു കളഞ്ഞേക്കൂ. അതെ, അവനെ തീർത്തു കളയൂ. എല്ലാവരും ശാന്തരാകൂ.
ഇവനെ ഇപ്പോൾ നശിപ്പിച്ചാൽ നിങ്ങളിലുള്ള പക വളരുവാനേ പോകുന്നുള്ളൂ. ഈ ലോകം വലുതല്ലേ, ഇവിടെ എല്ലാവർക്കും ജീവിക്കുവാനുള്ള അധികാരമുണ്ട്. ഓക്കെ ഡ്രാക്കോ, നീ പറ, നിനക്ക് ഈ ഗ്രീൻ ഡ്രാഗൺസിന്റെ കൂടെ എന്ത് ശത്രുതയാണുള്ളത്? ശത്രുതയൊന്നുമില്ല. എന്റെ പൂർവികർ ഇവരുമായിട്ട് യുദ്ധം ചെയ്തിരുന്നു. അതിനാലാണ് ഞാനും ചെയ്തത്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, ആരോടും ചോദിച്ചുമില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ റെയിൻബോ ബെറീസിന് വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും കാലം ഈ ഗ്രീൻ ഡ്രാഗൺസിനോട് ശത്രുത പുലർത്തിയിരുന്നതല്ലേ? പക്ഷെ ഒന്ന് നോക്കൂ, ഇവിടെ കാണുന്ന എല്ലാ മരങ്ങളിലും റെയിൻബോ ബെറീസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചേർന്ന് കഴിച്ചാലും ഇതൊരിക്കലും തീർന്നു പോകുകയില്ല. പിന്നെ ഈ വഴക്കൊക്കെ എന്തിനാ? എല്ലാവർക്കും ഒരുമിച്ച് നിന്നൂടെ? ഇത് കേൾക്കൂ കിങ് ഡ്രാഗോ, അവർ പറയുന്നത് ശരിയാണ്. ഇവർക്ക് വേണമെങ്കിൽ എന്നെ തീർത്തു കളയാവുന്നതേയുള്ളൂ. എന്നാൽ അവർ അങ്ങനെയൊന്നും ചെയ്യുന്നതേയില്ല. അവർക്ക് ശത്രുതയല്ല, സൗഹൃദമാണ് വേണ്ടത്. സൗഹൃദം. ഡ്രാഗോനിറ്റ, നീ പറഞ്ഞത് ശരിയാണ്. ഇവരോട് ശത്രുതയിലായിട്ട് ഇന്നുവരെ എനിക്ക് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. വെറും വെറുപ്പ് മാത്രം. ഇനി മുതൽ സുഹൃത്തുക്കളായിട്ടിരിക്കാം. പിന്നെ ഇനി എന്തിനാണ് ആലോചിച്ച് നിൽക്കുന്നത്? വരൂ, എല്ലാവരും കൈകോർക്കൂ, എന്നിട്ട് കൂട്ടുകാരാവണോ? ഇന്നു മുതൽ ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഗ്രീൻ ഡ്രാഗൺസിനെ ആരും തന്നെ ഉപദ്രവിക്കില്ലെന്ന്. ഇന്നു മുതലല്ല, ഇപ്പോൾ മുതൽ തന്നെ നമ്മൾ എല്ലാവരും സുഹൃത്തുക്കളാണ്. മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. റാണി മാഡം, ഞങ്ങൾക്ക് നിങ്ങളെ പോലെയുള്ള കുറെ സുഹൃത്തുക്കളെ കിട്ടി. ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. വലിയേട്ടാ, ഷൂട്ടിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് പൊയ്ക്കൂടെ? ഡോക്ടർ ജഡ്ക, ഒരു മിനിറ്റ്. നിങ്ങൾ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നാട്ടിലും വിദേശത്തൊക്കെ നല്ല വിലയുണ്ടാവും. നല്ല പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ ഡ്രാഗൺസിന്റെ കാര്യം കൂടെ ഒന്ന് ആലോചിക്ക്. ലോകം മുഴുവനും ഇവരുടെ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കും. അങ്ങനെ ഇവരുടെ ജീവിതം വളരെ ദുഷ്കരമായി മാറും. ശരിയാണ്, ഇവരിപ്പോഴാണ് ശരിക്കുമുള്ള ജീവിതം ജീവിച്ചു തുടങ്ങുന്നത്. പക്ഷെ ഇവരുടെ ആ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവസാനിച്ചു പോവരുത്. ഹോയ് മോട്ടു പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾ പറയുന്നതൊക്കെ വളരെ ശരിയാണ്. എനിക്ക് ഇവരുടെ ജീവിതം ഒരിക്കലും അപകടത്തിലാക്കാൻ കഴിയില്ല ചങ്കേ. സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ഇന്നു മുതൽ ബ്ലാക്ക് ഡ്രാഗനുമില്ല, ഗ്രീൻ ഡ്രാഗനുമില്ല. ഇന്നു മുതൽ എല്ലാവരും ഒന്നാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.